ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലം സെയിലിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം അല്ലേ, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഇന്റർമീഡിയറ്റിനകത്തൊക്കെ ക്യാപിറ്റൽ ഗെയിൻ പിടിച്ചപ്പോൾ ഇൻകം ടാക്സിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ പിടിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു ടേമാണ് സ്ലം സെയിൽ. ഇവിടെ നോക്കി, നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡീമർജർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മളൊരു കുറേ സ്പെസിഫിക് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ഒരു അണ്ടർടേക്കിങ്ങിനെ വേറൊരു അണ്ടർടേക്കിംഗ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡീമർജർ എന്നുള്ള രീതി പറഞ്ഞത്. ഇനി വേറൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, അവിടെ പറയുന്ന കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നേ ഇല്ല. ആ അണ്ടർടേക്കിങ്ങിനെ ഫുള്ളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു അണ്ടർടേക്കിങ്ങിനെ വേറൊരു കമ്പനിയായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡീമർജർ എന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ആ അണ്ടർടേക്കിങ്ങിനെ ഒരു തേർഡ് പേഴ്സണ് സർട്ടൈൻ പർച്ചേസ് കൺസിഡറേഷൻ വാങ്ങിച്ച് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, സ്ലം സെയിൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ അതിനെ സ്ലം സെയിൽ എന്ന് പറയണമെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ അസറ്റിനെയും ഓരോ ലൈബിലിറ്റീസിനെയും ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യാനും പാടില്ല. മനസ്സിലായോ? ദാറ്റ് മീൻസ് ആ അണ്ടർടേക്കിങ്ങിനെ ഫുള്ളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നു. ആ ഫുള്ളായിട്ട് സെയിൽ ചെയ്യുന്നു. ഇപ്പം ഡിവിഷൻ എ, ബി, സി ഇങ്ങനെ 3 ഡിവിഷനാണ് നമ്മുടെ കമ്പനിക്കകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഡിവിഷൻ സിനെ മാത്രമായിട്ട് ഒരു 1 കോടി രൂപയ്ക്ക് നമ്മൾ പുറത്ത് സെയിൽ ചെയ്തു. സോ അവിടെ അതിനെ സ്ലം സെയിൽ ആണെന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ഡിവിഷൻ സിക്കകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ അസറ്റ്സിനെയോ ലൈബിലിറ്റീസിനെയോ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല. ആ അണ്ടർടേക്കിങ്ങിനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ നോക്കി, ഇറ്റ് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ് ഫോർ എ ലംസം കൺസിഡറേഷൻ വിത്തൗട്ട് അസൈനിങ് വാല്യൂസ് ടു ദ ഇൻഡിവിജ്വൽ അസറ്റ്സ് ഓഫ് സച്ച് അണ്ടർടേക്കിംഗ്സ്. ആ അണ്ടർടേക്കിംഗിനകത്ത് വരുന്ന ഇൻഡിവിജ്വൽ അസറ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നേ ഇല്ല, വാല്യൂ ചെയ്യുന്നേ ഇല്ല. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇതാണ് സ്ലം സെയിൽ. ഇനി സ്ലം സെയിലിന്റെ ടാക്സ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തേത്, ഈ പറഞ്ഞ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്ത് ഈ സ്ലം സെയിൽ എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന നേരത്ത് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ആ ക്യാപിറ്റൽ ഗെയിനായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ വേണം പഠിക്കാൻ. ഇതാണ് ഫസ്റ്റ് വൺ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർടേക്കിംഗ് സീനെ നമ്മൾ സെയിൽ ചെയ്തു, പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയത് 1 കോടി രൂപയാണ്. അവിടെ നമ്മളോട് എടുത്തു പറഞ്ഞു ഓരോ അസറ്റിനെയും ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യാനും പാടില്ല. സോ കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്തായിരിക്കും അല്ലേ? ഈ പറയുന്ന പോലെ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഏത് രീതിയിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. മനസ്സിലായി? ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ പാർട്ട്. നമുക്ക് നോക്കാം. നോക്കി, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഫസ്റ്റ് വൺ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതായത് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ആസ് യൂഷ്വൽ എത്രയാണോ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയത്, ഈ പറഞ്ഞ സിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര വരും, 1 crore വരും അല്ലെ. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഇംപ്രൂവ്മെന്റ്, അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇംപ്രൂവ്മെന്റും കണ്ടുപിടിക്കണം. അങ്ങനെയല്ലേ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണല്ലോ. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ സ്ലം സെയിലകത്താവുമ്പോൾ നോക്കി, ദ നെറ്റ് വർത്ത് ഓഫ് ദ അണ്ടർടേക്കിംഗ്, അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന അണ്ടർടേക്കിങ്ങിന്റെ നെറ്റ് വർത്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നെറ്റ് വർത്ത് എന്ന് അറിയണം. ദേ, നെറ്റ് വർത്ത് ഷാൾ ബി aggregate value of total assets of the undertakings less value of liability of such undertaking appear in the books of accounts. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് വർത്ത് കിട്ടും. അതായത് ആ സെയിൽ ചെയ്യുന്ന അണ്ടർടേക്കിങ്ങിന്റെ ടോട്ടൽ അസറ്റ് വാല്യൂവിൽ നിന്ന് ലൈബിലിറ്റീസ് മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് വരും, നെറ്റ് വർത്ത് എന്ന് പറയുന്ന സാധനം കിട്ടും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. സോ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എഴുതാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് ആ അണ്ടർടേക്കിങ്ങിന്റെ നെറ്റ് വർക്ക് എത്രയാണോ ആ നെറ്റ് വർത്ത് റുപ്പീസ് നമുക്ക് എഴുതാം. ആ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ലൈബിലിറ്റീസ് മൈനസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. നിങ്ങൾ ചെയ്യുന്നത് സ്ലം സെയിൽ ആണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനമില്ല. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റോ എന്ന് പറയുന്ന സാധനം ഏതിനകത്ത് വരില്ല, സ്ലം സെയിൽ എന്ന് പറയുന്നതിനകത്ത് വരില്ല. ആൻഡ് ദ നാച്ചർ ഓഫ് ഗെയിൻ വെദർ ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം, ഇത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് അറിയണം. അവിടെ ഓരോ അസറ്റും, ആ അണ്ടർടേക്കിങ്ങിനകത്തുള്ള ഓരോ അസറ്റും എപ്പോഴാണ് വാങ്ങിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് പറയണേ. നോക്കി, if undertaking is owned and held by the assessee for not more than 36 months, then the capital gain shall be deemed to be short term capital gain, otherwise long term capital gain. സിറ്റുവേഷൻ മനസ്സിലായി? ആ അണ്ടർടേക്കിംഗ് തുടങ്ങിയിട്ട് എത്ര നാളായി, ഓക്കെ, അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈമും 3 വർഷത്തിന് താഴെയാണെങ്കിൽ ഷോർട്ട് ടൈമും. അതിനകത്തുള്ള അസറ്റുകൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് പോലും ഉണ്ടാവും. മനസ്സിലായല്ലോ? അതായത് ഈ സി എന്ന് പറയുന്ന അണ്ടർടേക്കിങ്ങിനകത്ത് ഒരു കമ്പ്യൂട്ടർ കഴിഞ്ഞ മാസമാണ് വാങ്ങിച്ചത്.
സോ കഴിഞ്ഞ മാസം വാങ്ങിച്ചിട്ട് ഇപ്പോൾ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് തന്നെയാണ്, ഷോർട്ട് ടൈം ആണ്. പക്ഷേ സ്ലം സെയിൽ ആവുന്ന നേരത്ത് നിങ്ങൾ അണ്ടർടേക്കിംഗ് ഓൺ ചെയ്തിട്ട് എത്ര നാളായി, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ എന്ന് പറയുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് കൺസിഡറേഷനെ നമുക്ക് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കാം. ആൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നെറ്റ്വർത്ത് ആണ്. നെറ്റ്വർത്ത് മീൻസ് ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ചെയ്യുന്നത്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒരു കാരണവശാലും കിട്ടില്ല. ആൻഡ് ഫോർത്ത് വൺ, ആ അണ്ടർടേക്കിംഗ് തുടങ്ങിയിട്ട് 36 മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിന് ലോങ് ടൈം എന്നും അല്ലെങ്കിൽ അതിന് ഷോർട്ട് ടൈം എന്നും പറയാം. ഒരു കാരണവശാലും ഇൻഡിവിജ്വലി അസറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാനും നിൽക്കില്ല, വാല്യൂ ചെയ്യാനും നിൽക്കില്ല. മനസ്സിലായോ? ആൻഡ് നോക്കി, എഫക്ട് ഓഫ് റീവാലുവേഷൻ. If any change has been made in the value of assets on account of revaluation of assets, then such a change in value shall be ignored. That means ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, that means അണ്ടർടേക്കിങ്ങിനകത്തുള്ള ഏതെങ്കിലും അസറ്റ് അറ്റ് ദ ടൈം ഓഫ് സ്ലം സെയിൽ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റീവാലുവേഷൻ നമ്മൾ ഇഗ്നോർ ചെയ്യും. നമുക്ക് റീവാലുവേഷൻ വേണ്ട. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ്. നോക്കി, ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. Capital assets in respect of which the whole of the expenditure has been allowed as deduction under section 35 AD nil. And other assets, book value of all such assets. That means മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ, സോറി ഏതാണെങ്കിൽ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ അല്ലേ, നമ്മൾ നെറ്റ് വർത്ത് കാണുമ്പോൾ അസറ്റിന്റെ വാല്യൂ എടുക്കണം. വേണോ? ടോട്ടൽ അസറ്റിന്റെ വാല്യൂയിൽ നിന്ന് ലൈബിലിറ്റി മൈനസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞത്. സോ അവിടെ നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ അറിയണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അസറ്റുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കും. ഇനി ഡിപ്രീഷ്യബിൾ അസറ്റ്സ് അല്ല വേറെ ഏതെങ്കിലും അസറ്റ്സ് ആണെങ്കിൽ അവിടെ ഏതെടുക്കും, ഈ പറഞ്ഞ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ എടുക്കും. ഇനി ക്യാപിറ്റൽ അസറ്റ് ആണ്, പക്ഷെ സെക്ഷൻ 35 AD പ്രകാരം അപ്ലിക്കബിൾ ആവുന്ന അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ അതിന് വാല്യൂ നമ്മൾ എടുക്കില്ല. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു അസറ്റ് എടുത്തു, അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്തു. സെക്ഷൻ 35 AD പ്രകാരം ആ ഫുൾ എമൗണ്ട് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റി, ഡിഡക്ഷൻ ആയിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുക. അതായത് ഓട്ടോമാറ്റിക്കലി ആ 50 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയല്ലേ? 50 ലക്ഷത്തിൻ്റെ അസറ്റ് വാങ്ങിക്കുന്നു, എന്ത് ചാർജ് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ ആ എമൗണ്ടിനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചാർജ് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ വാല്യൂ ഇല്ല. ആൻഡ് നെക്സ്റ്റ് വൺ, treatment of stock. In case of slum sale, no profit under said profit and gains or provision shall arise even if the stock of the said undertaking is transferred along with the other assets. മനസ്സിലായി? സാധാരണ രീതിയിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് നമുക്ക് പറഞ്ഞത് എന്താ, PGBPയുടെ അണ്ടറിലാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് എന്നാ, ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ നോ പ്രോഫിറ്റ് under the head PGBP shall arise even if the stock of the undertaking is transferred along with the other assets. അതായത് ഈ അതർ അസറ്റ്സിന്റെ കൂടെ ഏതും കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പോലും, സ്റ്റോക്കും കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ബെനിഫിറ്റ് PGBPക്കകത്ത് വരില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. In case of slum sale, the benefit of unabsorbed loss and depreciation of the undertaking transferred shall be available to the transferor company and not to the transferee company. മനസ്സിലായി? അതായത് ഡീമർജർ പോലെ അല്ല. ഡീമർജർ ആണെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും പോകുന്നുണ്ട്, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ സ്ലം സെയിലാണെങ്കിൽ പോലും ആ അണ്ടർടേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്ന ബെനിഫിറ്റ് ഓഫ് അൺഅബ്സോർബ്ഡ് ലോസസോ ഡിപ്രീസിയേഷനോ ഈ വക കാര്യങ്ങളെല്ലാം ആർക്കായിരിക്കും അവൈലബിൾ ടു ദ ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് നോട്ട് ടു ദ ട്രാൻസ്ഫറി കമ്പനി. മനസ്സിലായി? ട്രാൻസ്ഫറർ കമ്പനി ഓക്കെ, ഏറ്റെടുക്കുന്നതല്ല, നമ്മൾ സെയിൽ ചെയ്യുന്ന ട്രാൻസ്ഫറർ കമ്പനിക്ക് ആയിരിക്കും എന്ത്, ഈ പറഞ്ഞ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണേ. ഓക്കെ, അതായത് ഡീമർജർ പോലെ അല്ല എന്നർത്ഥം. ആൻഡ് റിപ്പോർട്ട് ഓഫ് ആൻ accountant, the assessee is required to furnish along with the return of income a report of chartered account in form number 3CA. അതായത് അസസിംഗ് ഓഫീസർക്ക് ഈ പറഞ്ഞ സ്ലം സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ഓർ ഡിവിഷൻ ഹാസ് ബീൻ കറക്റ്റ്ലി അറൈവ്ഡ്. ദാറ്റ് മീൻസ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഈ പറയുന്ന ഫോം 3CAക്കകത്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആര് വെരിഫൈ ചെയ്യണം? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെരിഫൈ ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ലം സെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു സ്ലം സെയിലിനകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെയാണ് ഈ പറഞ്ഞ നമ്മൾ സെയിൽ ചെയ്യുന്ന കമ്പനി അതിനെ എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ ഒരിക്കൽ കൂടെ എന്തൊക്കെയായിരുന്നു? പർച്ചേസ് കൺസിഡറേഷനെ നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനമില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്
ആ അണ്ടർടേക്കിങ്ങിൻ്റെ നെറ്റ്വർത്ത് ആണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അസറ്റ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കണം. ഈ ക്യാപിറ്റൽ അസറ്റ് ആണ്. പക്ഷേ സെക്ഷൻ 35 AD പ്രകാരം ഈ പറയുന്ന ഫുൾ എമൗണ്ടും എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാത്ത വേറെ ഏത് അസറ്റ് ആണെങ്കിലും നമുക്ക് ഏത് നോക്കണം, ബുക്ക് വാല്യൂ എന്ന് പറയുന്ന സാധനം എടുക്കണം. മനസ്സിലായി? എന്നിട്ട് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞേ, അസറ്റിനെ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ റീവാല്യൂ എന്ന് പറയുന്ന സാധനം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും അതിനെ PGBP ആയിട്ട് കണക്കാക്കണ്ട. അത് ഈ പറഞ്ഞ പോലെ സ്ലം സെയിലായിട്ട് തന്നെ ചെയ്താൽ മതി. അല്ലേ? നമ്മുടെ കമ്പനിയുടെ നമ്മുടെ അസറ്റ് അത് സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് സെയിൽ ചെയ്യുമ്പോൾ സാധാരണ PGBP ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ PGBP ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതിനെയും സ്ലം സെയിലായിട്ട് തന്നെ ചെയ്യാം. ഈ പറഞ്ഞ ഫോം 3CEA എന്ന് പറയുന്നതിനകത്ത് നമ്മൾ റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നത് നോക്കി, കമ്പ്യൂട്ടേഷൻ ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ. അതായത് ഈ അണ്ടർടേക്കിംഗ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ബ്ലോക്കിനകത്ത് ഒരു അസറ്റ് കിടപ്പുണ്ടായിരുന്നു. അതിനെ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യും? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് അണ്ടർടേക്കിംഗ് അല്ല, അതല്ലാതെ ഈ പറഞ്ഞ സ്ലം സെയിലിന്റെ സമയത്ത് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിനെ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? മനസ്സിലായോ? നോക്കി, പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ, ആഡ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ലെസ് സെയിൽ കൺസിഡറേഷൻ ഓഫ് അസറ്റ് സോൾഡ് ടു ദ മാക്സിമം ഓഫ് ഇത് അല്ലേ. ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ, ഡിപ്രീസിയേഷൻ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാം. നമുക്ക് രണ്ട് അണ്ടർടേക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എയും ബിയും. ഓക്കെ, ഇതിനകത്ത് ബി നമ്മൾ സെയിൽ ചെയ്തു. നമുക്കൊരു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഉണ്ടായിരുന്നു, X, Y, Z, ഇങ്ങനെ 3 അസറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ബി സെയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇസഡും കൂടെ കൊടുത്തു. ദാറ്റ് മീൻസ് നമ്മുടെ കമ്പനിയുടെ രണ്ട് അണ്ടർടേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഓഫ് അസറ്റ്സിനകത്ത് 3 അസറ്റുകൾ ഉണ്ടായിരുന്നു, എക്സും വൈയും ഇസഡും. മനസ്സിലായി? ഇവിടെ നോക്കി, ഇസഡ് നമ്മൾ സെയിൽ ചെയ്തു. അത് എങ്ങനെയാണ് സെയിൽ ചെയ്തേ? അത് സെയിൽ ചെയ്ത് എങ്ങനെയാണ് സെയിൽ ചെയ്തേ? ഈ പറഞ്ഞതുപോലെ സ്ലം സെയിലാണ് നമ്മൾ സെയിൽ ചെയ്തത്. ആണോ? ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന നേരത്ത് അതിന്റെ സെയിൽ പ്രൈസ് ഏതിൽ നിന്ന് മൈനസ് ചെയ്യാം? ആ ബ്ലോക്ക് ഓഫ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. അങ്ങനെയല്ലേ പഠിച്ചേ? റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് അതിന്റെ സെയിൽ പ്രൈസ് മൈനസ് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇസഡിന് സെയിൽ പ്രൈസ് ഇല്ല. കാരണം ഇസഡ് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്തേ? സ്ലം സെയിലായിട്ടാണ് സെയിൽ ചെയ്തത് അല്ലേ? അതായത് ഇസഡ് അങ്ങ് ബിയുടെ കൂടെ അങ്ങ് പോയി. സോ ഇസഡിന്റെ മാത്രം ഇൻഡിവിജ്വൽ വാല്യൂ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് മൈനസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇസഡിന്റെ മാത്രം ഇൻഡിവിജ്വൽ വാല്യൂ കിട്ടുമോ? കാരണം എന്താ? സ്ലം സെയിൽ ചെയ്യുന്ന നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അസറ്റിനെയും ലൈബിലിറ്റിനെയും ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യരുത് അല്ലേ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിട്ടാണ് പോണേ? ആ സ്ലം സെയിലിന്റെ കൂട്ടത്തിലാണ് പോണേ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ, അതായത് എക്സ്, വൈ, ഇസഡ്, ഇത് 3ഉം കൂടെ ഒരു 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ആഡ് പർച്ചേസസ്, നമ്മളൊരു ക്യൂവും കൂടെ വാങ്ങിച്ചു. ക്യൂ എന്ന് പറയുന്ന ഒരു അസറ്റും കൂടെ വാങ്ങിച്ചു, 1 ലക്ഷം രൂപ. സോ ടോട്ടൽ 6 ലക്ഷം രൂപയായി. ആണോ? ഇനി പറഞ്ഞെന്താ? സെയിൽ കൺസിഡറേഷൻ ഓഫ് അസറ്റ് സോൾഡ്. സെയിൽ കൺസിഡറേഷൻ ഓഫ് അസറ്റ് സോൾഡ്. സോ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഏതെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. പക്ഷേ നോക്കേ, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ. അതായത് ഇവിടെ നമ്മൾ വേറൊന്നും സെയിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇത് കാണിച്ചില്ല. പക്ഷേ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ലം സെയിലായിട്ടാണ് പോണേ. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കണം. വേണ്ടേ? ഈ സെഡിന്റെ മാത്രം റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾ PGBPനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഒരു അസറ്റിനെയും ഇൻഡിവിജ്വലി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല അല്ലേ? നമ്മൾ ചാർജ് ചെയ്യുന്നതെല്ലാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ ബ്ലോക്ക് ഓഫ് അസറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ സ്ലം സെയിലിലൂടെ സെഡ് പോകുമ്പോൾ ഈ സെഡിന്റെ മാത്രം റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി?
കാര്യം മനസ്സിലായല്ലോ. ഇസഡിന്റെ മാത്രം ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് അറിയണം, വേണ്ടേ? എന്നിട്ട് അതിനകത്ത് നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് നിലവിലുള്ള ബുക്ക് വാല്യൂ കിട്ടണേ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇസഡ് വാങ്ങിച്ച കാലം തൊട്ട് ഈ ബ്ലോക്കിനകത്താണ് ഇസഡ് കിടക്കണേ, ആണോ? ആ ബ്ലോക്കിനകത്താണ് ഇസഡ് കിടക്കണേ. സോ ആ ഇസഡിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ ഇസഡിന്റെ റിട്ടേൺ ഓൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം, ക്ലോസിംഗ് ബുക്ക് വാല്യൂ കിട്ടും. ഞാൻ പറഞ്ഞ ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇസഡിനെ നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്ലം സെയിലായിട്ടാണ്. സോ ഇസഡിന്റെ മാത്രം പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് സെയിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽ വാല്യൂ ആയിട്ട് ഇവിടെ ഇസഡിന്റെ പ്രൈസ് എഴുതാൻ പറ്റില്ല. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കേസ് പറഞ്ഞത് അങ്ങനെ സ്ലം സെയിലിൽ കൂടെ ഒരു അസറ്റ് പോവുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാക്സിനകത്ത് ഇൻഡിവിജ്വൽ അസറ്റ്സിനെ നമ്മൾ വാല്യൂ ചെയ്യാറേ ഇല്ല, അല്ലേ? നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ ബ്ലോക്ക് ഓഫ് അസറ്റ്സിനെ എടുത്തിട്ട് ആ ബ്ലോക്ക് ഓഫ് അസറ്റ്സിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ. അതായത് ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നോക്കി നമ്മൾ പുതിയൊരു ഫോർമാറ്റും കൂടെ പഠിക്കാൻ പോവാം. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ. എന്തൊക്കെയാ? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ, ഇസഡിന്റെ ഒറിജിനൽ വാല്യൂ ലെസ് depreciation actually allowed on such asset in respect of any previous year commencing before 87-88. അതായത് ഡിപ്രീസിയേഷൻ ആക്ച്വലി അലൗഡ് ഓൺ സച്ച് അസറ്റ്സ്. മനസ്സിലായി? എത്രയാണോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് എനി പ്രീവിയസ് ഇയർ കമൻസിംഗ് ബിഫോർ 87-88. ഈ അസറ്റ് വാങ്ങിച്ചത് 87-88 മുമ്പാണെങ്കിൽ ആ 87-88 വരെയുള്ള കംപ്ലീറ്റ് ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് മൈനസ് ചെയ്യാം. ഇനി 87-88 കഴിഞ്ഞിട്ടാണെങ്കിലോ നോക്കേ, ഡിപ്രീസിയേഷൻ that would have been allowable from the previous year 87-88 onwards as if the asset is the only asset in the relevant block. അതായത് എന്ത് ചെയ്യണം? ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചാർജ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ മതി. മനസ്സിലായി? ചുരുക്കം പറഞ്ഞാൽ ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക, എന്നിട്ട് ആ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് മൈനസ് ചെയ്യുക, ലെസ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന റിട്ടേൺ ഓൺ വാല്യൂ കിട്ടും. പക്ഷെ അവിടെ ഓർത്തിരിക്കേണ്ടത് 87-88 കാലയളവിന് മുമ്പാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. ആ അസറ്റിന് ഇൻഡിവിജ്വലി ചാർജ് ചെയ്തിരിക്കുന്ന ഫുൾ എമൗണ്ടും ക്ലെയിം ചെയ്യാം. 87-88 ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ അപ്പം തൊട്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് ഓഫ് അസറ്റ്സിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞത്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നോക്കി, എക്സും വൈയും സെഡും ഉണ്ട്. ഈ ഇസഡ് വാങ്ങിച്ചത് 2015-16 1 ലക്ഷം രൂപയ്ക്കാണ് ഇസഡ് വാങ്ങിക്കണേ. മനസ്സിലായി? സെഡ് എന്ന് പറയുന്ന അസറ്റ് വാങ്ങിക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ്, 15-16 വാങ്ങിക്കണേ. ഈ ബ്ലോക്കിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കുക. സോ നോക്കിയേ, ഇപ്പൊ വരെ 19-20 വരെ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലോക്കിനാണ്, അല്ലെ? നമ്മളോട് പറഞ്ഞ എന്താ? അതായത് 87-88 ശേഷമാണെങ്കിൽ ആ ബ്ലോക്കിൽ ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വാല്യൂ ചെയ്യാം. ദാറ്റ് മീൻസ് 15-16 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആ വർഷം 10% ചാർജ് ചെയ്യാം, അടുത്ത വർഷം 10% ചാർജ് ചെയ്യാം, അങ്ങനെ ഓരോ വർഷവും 10% വെച്ച് ചാർജ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. സോ നമ്മുടെ കയ്യിലുള്ള പുതിയ ബ്ലോക്കിന്റെ അസറ്റിന്റെ വാല്യൂവിനകത്ത് ഈ പറഞ്ഞ സ്ലം സെയിൽ മുഖേന പോയ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കൂടെ അങ്ങ് മൈനസ് ചെയ്യും. മനസ്സിലായി? സോ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് സ്ലം സെയിലിനകത്ത്. ആദ്യത്തേത് സ്ലം സെയിൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, രണ്ടാമത്തേത് ആ സ്ലം സെയിലിനകത്ത് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ്സിനകത്തുള്ള ഏതെങ്കിലും അസറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ പുതിയ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ലം സെയിലിൽ കൂടെ പോയ അസറ്റിന്റെ സെയിൽ പ്രൈസ് അല്ല എഴുതേണ്ടത്, അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് എഴുതേണ്ടത്. ആ റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണേ? 87-88 മുമ്പാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും, അതിനുശേഷമാണെങ്കിൽ ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വാല്യൂ ചെയ്യുക. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചെയ്യാം. മനസ്സിലായി? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ്. നോക്കി, AP Wholesale Enterprise ഹാസ് സോൾഡ് വൺ ഓഫ് ഇറ്റ്സ് അണ്ടർടേക്കിംഗ് കൺസിസ്റ്റിംഗ് മിഷനറി A, rate of depreciation 30%, machinery X, rate of depreciation 15%, and building B, rate of depreciation 10% for rupees 15 lakhs. That means ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിരിക്കുന്നത്? 50 lakhs സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന ആയിരുന്ന മിസ്റ്ററി A ഒറിജിനലി അക്വേർഡ് 5 lakh on 1/8/2016. മിസ്റ്ററി A പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1/8/2016 എത്ര ലക്ഷം രൂപയ്ക്ക്? 5 ലക്ഷം രൂപയ്ക്ക്. പിന്നെ പറഞ്ഞ എന്താ? മിഷനറി X ഒറിജിനലി അക്വേർഡ് ഫോർ rupees 10 lakh.
മനസ്സിലായോ? മിഷണറി എക്സ് വാങ്ങിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അലൗഡ് ഓൺ സച്ച് മിഷണറി അപ് ടു ദ അസസ്മെന്റ് ഇയർ 88, 89, 2 lakh. അതായത് 10 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ വാങ്ങിച്ച സാധനം 88, 89 കാലയളവ് വരെ 2 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ആൻഡ് ദ ഡിപ്രീസിയേഷൻ ഫോർ ദ അസസ്മെന്റ് ഇയർ 89 to 90 to 19 to 20 എത്ര രൂപയാണ്? 7,94,000 ആണ്. അതിനകത്ത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അസ്യൂമിങ് ദിസ് ഈസ് ദ ഓൺലി മിഷണറി ഇൻ ദ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞതുപോലെ അതായത് 88, 89 തൊട്ട് മുമ്പ് വരെയുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് വരെയുള്ള എല്ലാ ഡിപ്രീസിയേഷനും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ബ്ലോക്കിനകത്ത് ആ മിഷണറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇവിടെ രണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 87, അല്ലെങ്കിൽ 88, 89 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ആയിരുന്നു, ഇത് അസസ്മെന്റ് ഇയർ ആണ്. സോ 88, 89 വരെയുള്ള അസസ്മെന്റ് ഇയറിനകത്ത് 2 ലക്ഷം രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2019-20 വരെ ആ ബ്ലോക്കിൽ ആ മിഷണറി മാത്രമേ ഉള്ളൂ എന്ന് കരുതി 7,94,000 രൂപ ഡിപ്രീസിയേഷൻ വരും. ഇനി നോക്കി, ബിൽഡിംഗ് ബി അക്യൂർഡ് ഓൺ 17/7/2019 4 lakh, 4 ലക്ഷം രൂപയ്ക്കാണ്. ആൻഡ് ഡ്യൂറിംഗ് ദ ഇയർ ന്യൂ മിഷണറി ഇസഡ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ₹5 lakh ഓൺ 7/7/2019 അല്ലേ? സോ നോക്കി, 3 ബ്ലോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, മിഷണറി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 30% ബ്ലോക്ക്. അതിന്റെ ഓപ്പണിംഗ് റിട്ടേൺ ഓൺ വാല്യൂ 9 lakh അല്ലേ? മിഷണറി ആണ് 30% ആയ ഡിപ്രീസിയേഷൻ. സോ അങ്ങനെ വരുന്ന നേരത്ത് നമുക്ക് നോക്കാം, മിഷണറി എ 30%. സോ ഇവിടെ ഈ ബ്ലോക്കിലാണ് ഏത് വരണേ? എ വരണേ. ഇനി മിഷണറി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 15% ബ്ലോക്ക്, ഓപ്പണിംഗ് റിട്ടേൺ ഓൺ വാല്യൂ 8 lakh തന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കി 15%. സോ മിഷണറി എക്സ് ഏത് ബ്ലോക്കിൽ വരണതാ? ഈ പറയുന്ന സെക്കൻഡ് ബ്ലോക്കിനകത്ത് വരണതാ. പിന്നെ പറഞ്ഞത് ബിൽഡിംഗ് ആണ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ബ്ലോക്ക്, ഓപ്പണിംഗ് റിട്ടേൺ ഓൺ വാല്യൂ 5 lakh rupees ഉണ്ട്. ചെയ്ത് മനസ്സിലായി? സോ 3 അസറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 3 അസറ്റും കൂടിയിട്ടാണ് ഒരു അണ്ടർടേക്കിംഗ് ആയിട്ട് നമ്മൾ 15 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. ഈ 3 അസറ്റ് കയറി വരുന്ന 3 ബ്ലോക്ക് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേ? ദേ ഓരോന്നും എത്ര രൂപയ്ക്കാണ് ഒറിജിനലി അക്യൂർ ചെയ്തിരിക്കണതെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ആൻസർ ചെയ്യുന്ന നേരത്ത് ആദ്യത്തെ ബ്ലോക്ക് 30% വരുന്ന ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്ന 9 lakh ആണോ? ഇനി പുതിയതായിട്ട് നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ സെയിൽ അണ്ടർ സ്ലം സെയിൽ അതിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാണണം. എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചേ? കോസ്റ്റ് ഓഫ് അസറ്റ്സ് 5 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത് അല്ലേ? എപ്പോഴാണ് വാങ്ങിക്കണേ അത്? സോ ആ വാങ്ങിക്കുന്നത് 87, 88 ശേഷമാണ്. അങ്ങനെ വരുന്ന നേരത്ത് ഈ 5 ലക്ഷം രൂപയ്ക്ക് എത്ര ശതമാനം? 30% അല്ലേ? ദാറ്റ് മീൻസ് ആ ബ്ലോക്കിൽ ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഫസ്റ്റ് ഇയറിൽ എത്ര വരും? 16, 17, 16, 17 5 ലക്ഷത്തിന്റെ 30% 1,50,000 rupees വരും. ആണോ? ദാറ്റ് മീൻസ് ഒറിജിനൽ കോസ്റ്റ് 5 ലക്ഷം, 1,50,000 മൈനസ് ചെയ്യാം, ബാലൻസ് 3,50,000 വരും. ആ 3,50,000ന്റെ 30% എത്രയാ? 1,05,000 വരും അല്ലേ? സോ മൈനസ് 3,50,000, ക്ലോസിംഗ് വാല്യൂ 2,45,000 വരും. ആ 2,45,000ന്റെ 30% എത്രയാ? 73,500. ചെയ്ത മനസ്സിലായല്ലോ? 73,500. ദാറ്റ് മീൻസ് ആ അസറ്റിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. സോ മൈനസ് 2,45,000 ചെയ്യുന്ന നേരത്ത് നോക്കി നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര വരും? 1,71,500 വരും. ചെയ്ത മനസ്സിലായോ? എത്രയാ? സോ പർച്ചേസ് ഇല്ല, സെയിൽ ചെയ്ത് സ്ലം സെയിൽ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. സോ നോക്കി 9 lakh ഉണ്ടായിരുന്നു, 1,71,500 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7,28,500 വരും. ഇൻറ്റു 30% ചെയ്യുമ്പോൾ 2,18,500. നമ്മളോട് ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് നോക്കി 8 ലക്ഷമാണ്.
ആണോ? അതിനകത്ത് ഒരു പർച്ചേസ്, പ്രോബ്ലത്തിനകത്ത് ഒരു പർച്ചേസ് പറഞ്ഞിട്ടുണ്ട്. സോ ആഡ് പർച്ചേസ് 5 lakh. സോ എത്ര വരും? 13 lakh വരും. ഇനി ഇതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അവിടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു എളുപ്പം എന്നാന്ന് വെച്ചാൽ പ്രോബ്ലത്തിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്, 87-88 വരെ 2 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7,94,000 റുപ്പീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ആ ബ്ലോക്കിനകത്ത് ആ അസറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ എത്രയാണോ വരുന്നത് ആ രീതിക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര മാത്രമേ വരുള്ളൂ? 6,000 മാത്രമേ വരുള്ളൂ അല്ലേ? 10 lakh minus 2 lakh minus 7,94,000. സോ ബാലൻസ് 6 lakh മാത്രമേ വരുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് 6,000 മാത്രമേ വരുള്ളൂ. സോ ആ 6,000 നമുക്ക് മൈനസ് ചെയ്തു, ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടി 12,94,100. മനസ്സിലായോ? അത് മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന നേരത്ത് 2,94,000 ഇൻറ്റു 15%, 1,94,100 വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? And in the last case നോക്കി, ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ 5 lakh ആണ്. ഈ വർഷം പർച്ചേസ് ചെയ്തത് 4 lakh-നാണ്. സോ ടോട്ടൽ 9 lakh വരും. സെയിൽ അണ്ടർ സംസ് ലൈൻ നമുക്ക് എത്ര തന്നെ വരും? 4 lakh വരും. കാരണം എന്താ? ആ അസറ്റ് നോക്കി, വാങ്ങിച്ചതും പർച്ചേസ് ചെയ്തതും സെയിൽ ചെയ്തതും സെയിം ഇയറിലാണ്. സോ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് അതിൻ്റെ ഫുൾ എമൗണ്ട് തന്നെ കാണിക്കുന്നു. മനസ്സിലായി? അവിടെ എങ്ങനെയാണ്? അസറ്റ് പർച്ചേസ് ചെയ്തത് സെയിൽ ചെയ്തത് ഒരേ വർഷം തന്നെയാണ്. സോ അവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് നമുക്ക് ഫുൾ എമൗണ്ട് കാണിക്കാം. നമ്മുടെ ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ 5 lakh വരും. ഡിപ്രീസിയേഷൻ ആയിട്ട് അതിൻ്റെ 10% 50,000 കാണിക്കും. ചെയ്ത് മനസ്സിലായോ? ചെയ്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ? സോ ഇത്രേ ഉള്ളൂ. ആ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ സെയിൽ ചെയ്യുന്ന അസറ്റ് സ്ലം സെയിൽ മുഖേനയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത് അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. ആ റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? 87-88 വർഷത്തിന് മുമ്പാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും അതിന് ശേഷമാണെങ്കിൽ ആ ബ്ലോക്കിൽ ആ അസറ്റേ ഉള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിൽ ദാറ്റ് മീൻസ് ആ അസറ്റ് ഇൻറ്റു ആ ബ്ലോക്കിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. മനസ്സിലായോ? എന്നിട്ട് നിലവിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുക. ആ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഇവിടെ എന്തായിട്ട് കാണണ്ടേ? ആ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? ഒരു പ്രോബ്ലം ഉള്ളൂ, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.